ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് തിരിച്ചടി. ഇ.ഡി. അറസ്റ്റിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഗൗതം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കള്ളക്കേസുകൾ എടുക്കുകയാണ് എന്ന് ഹേമന്ത് സോറൻ ആരോപിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിൽ സമീപിക്കുമ്പോഴും തിരിച്ചടി തന്നെയാണ് ഫലം, അല്ലേ? രാജീവ്, ഇപ്പോൾ ഹേമന്ത് സോറന്റെ ഈ ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചു. ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി ഹേമന്ത് സോറന്റെ അഭിഭാഷകൻ കപിൽ സിബലിനോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാതെ ഇത്തരം കേസുകളുമായി സുപ്രീം കോടതിയിലേക്ക് വരുന്നു എന്ന ചോദ്യമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ഹേമന്ത് സോറന് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലായിരുന്നു. കപിൽ സിബൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത് ഒരു സാധാരണ അറസ്റ്റ് അല്ല, മറിച്ചൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആണ് ഇ.ഡി. അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനാലാണ് സുപ്രീം കോടതിയിലേക്ക് വന്നത് എന്ന വിശദീകരണം കപിൽ സിബലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. എന്നാൽ അതും കൃത്യമായ മറുപടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയും ഭരണഘടനാ സ്ഥാപനമാണ്. അതിനാൽ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയുള്ള നീതിയാണ് ഈ രാജ്യത്ത് നൽകാൻ കഴിയുക. അത് മുഖ്യമന്ത്രിയാണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും ആ രീതിയിൽ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. അതിനാൽ ഇത്തരം കേസുകളുമായി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹേമന്ത് സോറന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. അതിനാൽ ഇനിയും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഹേമന്ത് സോറന്റെ മുന്നിലുള്ള അടുത്ത മാർഗം എന്നത്. രാജീവ്, ഇ.ഡിക്കെതിരായ ഹർജി സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിയിരിക്കുന്നു. ഹേമന്ത് സോറന് വലിയ തിരിച്ചടി തന്നെയാണ് ഏറ്റിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.